എറണാകുളം കലൂരിൽ വീണ്ടും പൈപ്പ് പൊട്ടി. കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലാണ് പൈപ്പ് പൊട്ടിയത്. മെട്രോ നിർമ്മാണത്തിനിടെ കഴിഞ്ഞ ദിവസം ഇവിടെ പൈപ്പ് പൊട്ടിയിരുന്നു. ഉമാ തോമസ് MLA നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിഷേധം ഉയരുകയാണ്. വാട്ടർ അതോറിറ്റിയിൽ ആരെങ്കിലും ഇത് ഇൻസ്പെക്ഷൻ നടത്താനോ അല്ലെങ്കിൽ അതിന്റെ ലേഔട്ട് പറഞ്ഞു കൊടുക്കാനോ ഒന്നുമില്ല. പാവം ഈ ഇന്ത്യക്കാർ ഇവിടെ വന്ന ജോലി ചെയ്യും, അവരോട് പൈലിംഗ് എടുക്കാൻ പറയും, അവർ പൈൽ ചെയ്യും. പൈൽ ചെയ്യുമ്പോൾ പൈപ്പ് പൊട്ടണു, വെള്ളം പുറത്തേക്ക് വന്നു. ഇപ്പൊ കണ്ടില്ലേ, ആൾക്കാരെല്ലാം തടഞ്ഞു നിർത്തിയിരിക്കുക. വല്ലാത്ത കഷ്ടമാണ്, ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പൊ നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് ഈ രാത്രിയിൽ തന്നെ 4 ദിവസമായിട്ട് കുടിവെള്ളം കിട്ടാത്തവർക്ക് വെള്ളം എത്തിക്കണം. ഞാനത് കളക്ടറോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ലോക്നാഥ് ബെഹ്റയോടും വിളിച്ചു പറഞ്ഞ് MDയുടെ അടുത്ത് KMRL MDയുടെ അടുത്തും വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, വീണ്ടും നരകയാതനയാണ് കൊച്ചിയിലെ ഈ പ്രദേശത്ത്. പൈപ്പ് പൊട്ടലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ്? ജനപ്രതിനിധികളുടെ ഇടപെടൽ എന്താണിപ്പോൾ അധികൃതർ അറിയിക്കുന്നത്? പ്രദീപ്, പ്രദീപ് ജോസഫ്, എന്തൊക്കെയാണ് ദുരിതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്? എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? എറണാകുളം കലൂരിൽ വീണ്ടും പൈപ്പ് പൊട്ടിയെന്ന വാർത്ത വരികയാണ്. കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലാണ് പൈപ്പ് പൊട്ടിയത്. മെട്രോ നിർമ്മാണത്തിനിടെ കഴിഞ്ഞ ദിവസം ഇവിടെ പൈപ്പ് പൊട്ടിയ അവസ്ഥ എല്ലാവരും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും പൈലിംഗ് പണിക്കിടെ പൈപ്പ് പൊട്ടുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കുടിവെള്ളമടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഉമാ തോമസ് MLA അടക്കം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മെട്രോ അധികൃതരെ ഈ വിഷയം അറിയിച്ചു. പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ തത്സമയം നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? പൈപ്പ് പൊട്ടിയിരുന്നു. ഇതിനെ തുടർന്ന് കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നു. പിന്നീട് ടാങ്കറുകളിലും മറ്റും കുറേശ്ശെ വെള്ളം എത്തിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വീണ്ടും ചെറിയ ഭാഗത്ത് പൈപ്പ് പൊട്ടിയത്. നമുക്ക് ദൃശ്യത്തിൽ കാണാമെന്ന് കരുതുന്നു. പൈപ്പ് പൊട്ടി വെള്ളം കുതിച്ചെടുക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ പ്രദേശത്ത് വലിയ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഉമാ തോമസ് MLAയും പ്രദേശത്തെ കൗൺസിലറായ DP മേരി വർഗീസും ഉൾപ്പെടെ രംഗത്തിറങ്ങുകയായിരുന്നു. തിരക്കേറിയ കലൂർ ഇടപ്പള്ളി പാത കലൂർ സ്റ്റേഡിയത്തിന് മുന്നിൽ അല്പസമയമായി ഉപരോധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ താൽക്കാലികമായി ഉപരോധം അവസാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. ദൃശ്യങ്ങളിൽ കാണാം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ KMRLിലെ അനാസ്ഥയ്ക്കെതിരെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ നിർമ്മാണ ജോലികൾ KMRL പുറകെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത്. പൈപ്പുകൾ അതിലൂടെ കടന്നു പോകുമ്പോൾ അത് ശ്രദ്ധിക്കാതെ അന്യ സംസ്ഥാനക്കാരും മറ്റുമാണ് തുറന്നെടുക്കുന്നത്. അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ KMRL നൽകുന്നില്ല. ഇത്രയും KMRLിനെ അറിയിക്കുന്നുണ്ടെങ്കിലും അവർ ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് റോഡ് ഉപരോധം ഉൾപ്പെടെ ആളുകൾ സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഉമാ തോമസ് MLA സ്ഥലത്തെത്തിയിരിക്കുന്നത്. ഉമാ തോമസ് MLA ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് തങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എപ്പോൾ പൈപ്പ് നന്നാക്കി കഴിഞ്ഞാലും കുറ്റകരമായ അനാസ്ഥ എന്നതുപോലെ തന്നെ എപ്പോൾ പൈപ്പ് നന്നാക്കി കഴിഞ്ഞാലും പിന്നാലെ പൈപ്പ് തകരുകയാണ് ചെയ്യുന്നത്. KMRLാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അവരും പറയുന്നത്. ജനപ്രതിനിധികൾ KMRL MD ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ പ്രശ്നത്തിന് പരിഹാരമായി അനുഭവപ്പെടുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരമായി എങ്കിൽ മാത്രമേ തിരിഞ്ഞു പോകൂ എന്നാണ് ജനപ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. കുടിവെള്ള ടാങ്കറുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് വെള്ളം എത്തിക്കുന്നത്. നമുക്കറിയാം, കുടിവെള്ളവുമായി വന്ന ഒരു ടാങ്കറാണ് ഇത്. ഇതുപോലെ നിരവധി ടാങ്കറുകളിൽ എറണാകുളം കലൂരിൽ വീണ്ടും പൈപ്പ് പൊട്ടുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടേക്ക് ജനപ്രതിനിധികൾ അടക്കം എല്ലാവരും എത്തുകയാണ്. അതേസമയം KMRLിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായി എന്ന് വ്യക്തമാവുകയാണ്.